Good morning, dear students. Today we are going to learn about another aspect in the entire trading process, or whenever we talk about stock exchanges, there is one term which is quite unavoidable, that is depositories. Okay, so we've seen the trading process, and trading process includes many persons or many inevitable participants, and one of whom is depositories. So let's see who is a depository and who all act as depositories in India. What are the difference between depository and bank, and what are the functions or roles played by depositories in today's class. So first we'll move on to the depository system, like what exactly we are talking about depositories and what exactly is the depository system. So depository system includes a depository and depository participants who function in the stock exchange. So depository ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is an institution. Naturally it is a registered company who function as a trade or market intermediary or participant in the securities market. So market intermediary ആണ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. Depository is a market intermediary and it is established under the Depositories Act of 1996. So depository എന്താണ്, എന്തൊക്കെ ചെയ്യണം, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് ഒക്കെ ആ ഒരു Depositories Act 1996 വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഡിപ്പോസിറ്ററിയുടെ റോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ഡിപ്പോസിറ്റ് എന്നുള്ള വാക്ക് ആയിട്ടൊരു ലിങ്ക് ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം അല്ലേ. സോ എന്തൊക്കെയോ സൂക്ഷിക്കാനായിട്ടുള്ളവരാണ് മെയിൻലി ഡിപ്പോസിറ്ററീസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ചിന്തിക്കാം. സോ എന്തായിരിക്കും ഇവിടെ സൂക്ഷിക്കുക? വി ആർ ടോക്കിംഗ് ഓൺലി അബൌട്ട് ദ സ്റ്റോക്സ്, ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെ, ട്രേഡിങ്ങിനെ കുറിച്ചും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുക. സോ ഡിപ്പോസിറ്ററി സിസ്റ്റത്തിൽ ഡിപ്പോസിറ്ററി എന്തിൻ്റെ സേഫ് കീപ്പിംഗ് ആണ് നടത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാച്ചുറലി അത് എന്തിൻ്റെ ആയിരിക്കും? സെക്യൂരിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഷെയർസിൻ്റെ ആയിരിക്കും. ജസ്റ്റ് എ മിനിറ്റ്. സെക്യൂരിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഷെയർസിൻ്റെ മെയിൻ്റനൻസ് ആൻഡ് ട്രാൻസ്ഫർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിപ്പോസിറ്ററിയുടെ മെയിൻ ഡ്യൂട്ടീസ് ആയിട്ട് വരിക. നമ്മൾ റോൾസ് കാണുന്നുണ്ട്, പക്ഷേ എന്നാലും ഒരു വൺ ലൈനിൽ പറയാനാണെങ്കിൽ, ഡിപ്പോസിറ്ററീസ് ആർ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് ഹു കീപ് ആൻഡ് ട്രാൻസ്ഫർ സെക്യൂരിറ്റീസ് ഇൻ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീമെറ്റീരിയലൈസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിക് ഫോം നമുക്കറിയാം അല്ലേ. പണ്ട് തുടക്കത്തിലൊക്കെ അതൊരു ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് വേണമെന്ന് നമ്മൾ ആദ്യം തന്നെ പഠിച്ചു. ഡിമാറ്റ് അക്കൗണ്ടിൽ ഈ ഓരോ ഷെയറും അതിനെ മെറ്റീരിയലൈസ് അല്ലാതെ ചെയ്യുന്നു. അതാണ് ഫിസിക്കൽ ഫോം ഇല്ലാതെയാക്കുകയാണ് ചെയ്യുക ഈ ഒരു ഇലക്ട്രോണിക് ഫോം വരുമ്പോൾ. സോ ഒരു ഫിസിക്കൽ സെക്യൂരിറ്റീസിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലാതായി എന്നുള്ളതാണ് ഡിപ്പോസിറ്ററീസ് വന്നതുകൊണ്ട് ഉണ്ടായിട്ടുള്ള മെയിൻ ഡിഫറൻസ്. സോ what can we say? It avoids existence of physical securities എന്ന് നമുക്കിവിടെ പറയാം. ഒരു പോയിന്റ് കൂടെ ഇവിടെ ആഡ് ചെയ്തേക്കാം. avoids existence of physical securities. Okay, so അതൊന്ന് ഓർത്ത് വയ്ക്കുക. അവോയ്ഡ്സ് എക്സിസ്റ്റൻസ് ഓഫ് ഫിസിക്കൽ സെക്യൂരിറ്റീസ് ആൻഡ് എലിമിനേറ്റ്സ് ഇൻകൺവീനിയൻസ് ഓഫ് പേപ്പർ സെക്യൂരിറ്റീസ്. അത് നമുക്കറിയാമല്ലോ. പേപ്പർ സെക്യൂരിറ്റീസ് ഇല്ലാതാക്കുന്നു. പേപ്പർ സെക്യൂരിറ്റീസിൻ്റെ എല്ലാ ഫിസിക്കൽ സെക്യൂരിറ്റി ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞാൽ പേപ്പറിലുള്ള സെക്യൂരിറ്റിയുടെ ആ ഒരു എന്താ പറയുക, പ്രൂഫ് ഇല്ലാണ്ടാക്കുന്നു. സോ നാച്ചുറലി ഇറ്റ് അവോയ്ഡ്സ് ഓർ ഇറ്റ് എലിമിനേറ്റ്സ് ഓൾ സോർട്സ് ഓഫ് ഇൻകൺവീനിയൻസസ് വിച്ച് വെയർ അസോസിയേറ്റഡ് വിത്ത് പേപ്പർ സെക്യൂരിറ്റീസ്. ഇനി ഡിപ്പോസിറ്ററീസ് ആരാണെന്ന് ചോദിച്ചാൽ, അത് നമ്മൾ നേരത്തെ ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ച സെറ്റിൽമെൻറ്റ് പ്രോസസ്സിൻ്റെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ഒരു എലിമെൻ്റ് ആണ് ഡിപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞാൽ. അതായത് ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആകണമെങ്കിൽ, സെറ്റിൽമെൻറ്റ് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഡിപ്പോസിറ്ററീസും വേണം. ഇനി നമുക്ക് let's see the difference between bank and depository. ബാങ്കും ഡിപ്പോസിറ്ററിയും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടുപേരും ഡിപ്പോസിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ സിമിലാരിറ്റി. ബാങ്ക്സ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഫണ്ട്സ് ആണെങ്കിൽ ഡിപ്പോസിറ്ററീസ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റീസ് ആണല്ലോ. അപ്പോൾ സോ ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ സിമിലാരിറ്റി. പക്ഷേ അതിനുള്ളിൽ തന്നെ ദേ ഡിഫർ. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുക. ബാങ്ക് ഹോൾഡ്സ് ഫണ്ട്സ് ഓഫ് ഡിപ്പോസിറ്റേഴ്സ് ഇൻ അക്കൗണ്ട്, വെറാസ് ഡിപ്പോസിറ്ററീസ് ഹോൾഡ് സെക്യൂരിറ്റീസ്. ബാങ്ക് ഹോൾഡ് ചെയ്യുന്നത് ഫണ്ട്സ് ആണെങ്കിൽ ഡിപ്പോസിറ്ററീസ് ഹോൾഡ് ചെയ്യുന്നത് സെക്യൂരിറ്റീസ് ആണ്. രണ്ടും ഡിപ്പോസിറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ തന്നെയാണ്. ഇനി ബാങ്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന എന്താ? സേഫ് കീപ്പിംഗ് ആണ് അല്ലേ ഇവർ രണ്ടുപേരും ചെയ്യുക. സേഫ് കീപ്പിംഗ് ഓഫ് മണിയാണ് ബാങ്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ നാച്ചുറലി ഇവിടെ എന്തായിരിക്കും? സേഫ് കീപ്പിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആയിരിക്കും.
ഇവിടെ ഇവർ ചെയ്യുക. സോ ഡിപ്പോസിറ്ററീസ് ചെയ്യുക. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് അബൌട്ട് വൺ ഹോൾഡ്സ് ഫണ്ട്സ്, ദ അതർ ഹോൾഡ്സ് സെക്യൂരിറ്റീസ്. Second point is one safeguards money, the other depository safeguards or safe keeps securities. തേർഡ് എന്ന് പറയുന്നത് എന്താ, ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആണ്. സോ ബാങ്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ, ബാങ്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ട്രാൻസ്ഫർ ആണെന്ന് നമുക്കറിയാം. ഫണ്ട് ട്രാൻസ്ഫർ ബാങ്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. സോ അത് ബിറ്റ്വീൻ എനി അക്കൗണ്ട്സ് ബാങ്ക് ഫെസിലിറ്റേറ്റ്സ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്. പക്ഷേ ഡിപ്പോസിറ്ററീസ് അപ്പോൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന എന്തായിരിക്കും, ദേ ട്രാൻസ്ഫർ സെക്യൂരിറ്റീസ്. ബാങ്ക് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ നടത്തുന്നത് പോലെ തന്നെ ഡിപ്പോസിറ്ററീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നും മറ്റൊരു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ് നടത്തുന്നുണ്ട്. അതാണ് ബൈയിങ് ആൻഡ് സെല്ലിങ്ങിൽ നടക്കുക അല്ലേ. സെല്ലറുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നും നമ്മൾ ഇന്നലെ കണ്ടു അതവിടെ ബ്ലോക്ക്ഡ് ആകും. അതിനുശേഷം ആ സെക്യൂരിറ്റീസ് സെറ്റിൽമെന്റിന്റെ T+2 ഡേയിൽ ആരാണോ ബയർ അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫേർഡ് ആകും എന്നൊക്കെ നമ്മൾ കണ്ടു. സോ വൺ ട്രാൻസ്ഫേഴ്സ് ഫണ്ട്സ് വെയറാസ് ദ അതർ ട്രാൻസ്ഫേഴ്സ് സെക്യൂരിറ്റീസ്. സോ ഇവിടെ അടുത്തത് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ട്രാൻസ്ഫർ വിത്തൗട്ട് ഹാൻഡ്ലിംഗ് മണിയാണ് ആര് ചെയ്യുക, ബാങ്ക് ചെയ്യുന്നത്. എന്താ പറയുക, ക്യാഷ് ആയിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ പോലും ഫണ്ട് ടു ഫണ്ട് ട്രാൻസ്ഫർ വഴി മണി ട്രാൻസ്ഫർ നടത്തുന്നു. പക്ഷേ വിത്തൗട്ട് ഹാൻഡ്ലിംഗ് മണി ക്യാഷ് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ ഇവിടെ ചെയ്യുന്നത് എന്താണ്, ഡിപ്പോസിറ്ററി ചെയ്യുന്നത് ഫെസിലിറ്റേറ്റ്സ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് വിത്തൗട്ട് ഹാൻഡ്ലിംഗ് സെക്യൂരിറ്റീസ്. വൺ ഡസൻറ്റ് ഹാൻഡിൽ ക്യാഷ് ആസ് സച്ച്, വൺ ഡസൻറ്റ് ഹാൻഡിൽ സെക്യൂരിറ്റീസ് ആസ് സച്ച്. ഒരാൾ പക്ഷെ ട്രാൻസ്ഫർ ഓഫ് ക്യാഷ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് നടത്തുന്നുണ്ട്, അടുത്തയാൾ നടത്തുന്നത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആണ്. ഇവിടെ നമുക്കറിയാം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ തിരിച്ചോ ഫണ്ട്സ് വരുമ്പോഴത്തേക്ക് ഫണ്ട്സ് ആണ് വരിക. പക്ഷേ ഈ പറയുന്ന സെക്യൂരിറ്റീസിൻ്റെ കേസിൽ അവിടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് സെക്യൂരിറ്റി വന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്തും കൂടിയാണ് വരിക, അതിൻ്റെ ഒരു ഓണർഷിപ്പും കൂടിയാണ് വരിക അല്ല, ഷെയർ ഓണർ ആയി മാറുകയാണ് ചെയ്യുക നമ്മൾ. സോ അത്രയൊക്കെയാണ് ഡിഫറൻസ്. അത് സിമ്പിളാണ്, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അടുത്തത് ഡിപ്പോസിറ്ററീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഡിപ്പോസിറ്ററീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരൊക്കെയാണെന്നാണ് പറയുക. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രജിസ്റ്റേർഡ് കമ്പനിക്ക് മാത്രം, കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് ഓഫ് ഇന്ത്യ, അങ്ങനെ ഒരു കമ്പനിക്ക് മാത്രമേ ഉള്ളൂ എന്താ പറയാവുന്ന ഒരു ഡിപ്പോസിറ്ററിനെ സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. സോ അത് നിങ്ങളുടെ ടെക്സ്റ്റിലും അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു പാരഗ്രാഫിൽ. നിങ്ങൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. നമ്മൾ നോർമലി കമ്പനിയുടെ കേസ് പറയുന്ന പോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനും സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്സും ഒക്കെ ഈ പറയുന്ന ഡിപ്പോസിറ്ററി ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് ആ കമ്പനിക്ക് വേണം. നോർമലി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണ്ട ആ ഒരു എന്താ പ്രിലിമിനറി ഡോക്യുമെന്റ്സ് ഒക്കെ. പക്ഷേ ഇവിടെ ഡിപ്പോസിറ്ററിക്ക് വേണ്ടിയിട്ട് ഉള്ള സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് സെബി ആണ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. പിന്നെ മെയിൻ ആയിട്ട് ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഡിപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞാൽ രണ്ട് പേരാണ്. അതാണ് NSDL ആൻഡ് CDSL. സോ ഫസ്റ്റ് NSDLനെ കുറിച്ച് പറയുകയാണെങ്കിൽ NSDL നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ്. ഈ NSDL എന്നുള്ള വേർഡ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1996. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ടാണ്, ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കുറേ കാര്യങ്ങളെങ്കിലും ഒക്കെ. സോ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1996 നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞ രജിസ്റ്റേർഡ് കമ്പനിക്ക് മാത്രമേ ഇത് എന്താ പറയുക ഇത് സ്പോൺസർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ, എന്താ പറയുക ഡിപ്പോസിറ്ററി സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സോ അങ്ങനെ ആരൊക്കെയാണോ ഈ പറയുന്ന NSDLനെ പ്രൊമോട്ട് ചെയ്തത് അവരുടെ പേരാണ് ഇവിടെ പറയുക. അങ്ങനെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനീസ് ആരൊക്കെയാണോ NSDLനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ IDBI, UTI ആൻഡ് NSE പ്രൊമോട്ട് ചെയ്യുന്നതാണ് NSDL. സോ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, UTI ഉണ്ട്, IDBI ഉണ്ട്. ഇവർ മൂന്ന് പേരുമാണ് മേജർ പ്രൊമോട്ടേഴ്സ് ഓഫ് NSDL. പക്ഷേ NSDLലെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ളവരാണ് ഈ പറയുന്ന കുറേ ബാങ്ക്സ് ഉണ്ട്. അതിൽ കുറച്ച് പേരുടെ പേര് ഞാൻ നോട്ട് ഡൗൺ ചെയ്തതേ ഉള്ളൂ. HDFC, HSBC, ആക്സിസ് ബാങ്ക്, സിറ്റി ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ ബാങ്ക്സ് അതിലെ ഷെയർ ഹോൾഡേഴ്സ് ആണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ റഫായിട്ട് ഓർത്ത് വെക്കുക. ദെൻ കോർ ഫങ്ഷൻസ് ഇപ്പോൾ NSDLന്റെ മാത്രമായിട്ട് നിങ്ങൾ പഠിക്കണമെന്നില്ല, നമ്മൾ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഡിപ്പോസിറ്ററി പഠിക്കുന്നുണ്ട്. സോ ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. മെയിൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുക. ഡിപ്പോസിറ്ററീസ് ആണ് ഫിസിക്കൽ ഫോമിലുള്ള സെക്യൂരിറ്റീസിനെ ഇലക്ട്രോണിക് ഫോമിലേക്കാക്കി മാറ്റുക. സോ ഡീമെറ്റീരിയലൈസേഷൻ ഓർത്ത് വെക്കുക. ദെൻ സെറ്റിൽമെന്റ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞു അല്ല, സെറ്റിൽമെന്റ് വരെ അവരുടെ റോള് വരുന്നുണ്ട്. അക്കൗണ്ട് മെയിൻ്റനൻസ്, ഷെയറിന്റെ ഒക്കെ അക്കൗണ്ട് മെയിൻ്റനൻസ് തൊട്ട് സെറ്റിൽമെന്റ് വരെ അവരുടെ റോള് വരുന്നുണ്ട്.
ദെൻ ഉള്ള കുറച്ച് ഫംഗ്ഷൻസ് ആണ് പ്ലെഡ്ജ്, ഹൈപ്പോത്തിക്കേഷൻ, IPOs, ഇനിഷ്യൽ പബ്ലിക് ഓഫേഴ്സ്, ബോണസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ എന്നൊക്കെ പറയുന്ന എന്ത് നിസ്സാരം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യത്തിലും ആരുടെ റോളുണ്ട്, ഡിപ്പോസിറ്ററിയുടെ റോളുണ്ട് എന്ന് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാം. ദെൻ CDSL, NSDL CDSL നമ്മൾ പറഞ്ഞു. CDSL എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് എന്നാണ്. CDSL സെക്യൂരിറ്റീസ് എന്നല്ല, അത് ചിലർക്കൊക്കെ മാറിപ്പോറുണ്ട്. NSDL സെക്യൂരിറ്റി എന്നൊരു വാക്ക് വരുന്നുണ്ട്, നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ് എന്നാണ്. പക്ഷേ CDSL S ഈസ് ഫോർ സർവീസസ്. സോ സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ 1999. സോ ആദ്യത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ NSDLന്റെ മെയിൻ പ്രൊമോട്ടർ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരുന്നെങ്കിൽ CDSLന്റെ മെയിൻ പ്രൊമോട്ടർ എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. പിന്നെ NSDLൽ നമ്മൾ കണ്ടു അല്ലേ, വേറെ 2 IDBI UTI ഒക്കെ പ്രൊമോട്ടേഴ്സ് ആയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ളവരാണ് ഈ പറയുന്നതൊക്കെ. SBI, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ എന്നൊക്കെ പറഞ്ഞ് കുറേ എന്താ പറയാവുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക്സും ഉണ്ട്. ദെൻ HDFC ഒക്കെ പോലെയുള്ള സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അങ്ങനെയുള്ളവരൊക്കെ. സോ ഇവരുടെ ഇത്രയും പേരൊക്കെയാണ്, ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മളുടെ ഡിപ്പോസിറ്ററീസ് ആയിട്ട് ആക്ട് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞിരിക്കുന്നത് ഈ എൻറ്റയർ ഡിപ്പോസിറ്ററി സിസ്റ്റത്തിൽ ആരൊക്കെ പാർട്ട് ആൻഡ് പാർസൽ ആണെന്നാണ്. സോ അതായത് കസ്റ്റമർ ഉണ്ട്, ഡിപ്പോസിറ്ററി ഉണ്ട്, ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ഉണ്ട്, ദെൻ RTA ഷെയർ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റ്. സോ ഈ 4 പേരാണ് ഡിപ്പോസിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം കണക്ഷൻ വരിക. കസ്റ്റമേഴ്സിൻ്റെ സെക്യൂരിറ്റീസ് ആണ്, ഡിപ്പോസിറ്ററി ആണ് അത് ഡിപ്പോസിറ്റ് ചെയ്യുക, ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിലൂടെയാണ് ചെയ്യുക, RTAയുടെ ഇൻവോൾവ്മെൻറ്റോട് കൂടിയാണ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. നൗ മൂവിങ് ഓൺ ടു ഡീമെറ്റീരിയലൈസേഷൻ. നമ്മൾ പറഞ്ഞ പോലെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ, നിങ്ങൾ ജസ്റ്റ് നോട്ട്സ് ഒന്ന് എഴുതി മനസ്സിലാക്കുക. ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഫിസിക്കൽ ഫോം ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ടു ഇലക്ട്രോണിക് ഓർ ഡിമാറ്റ് ഫോം, അതിനെയാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുക. സോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഓണർഷിപ്പ് നമുക്കറിയാം, എത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതിനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇൻവെസ്റ്ററിൻ്റെ ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലുള്ള ഷെയറിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയാം അല്ലേ. പിന്നെ ഈ ഒരു ഡീമെറ്റീരിയലൈസ്ഡ് ഷെയർസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു നമ്പർ ഓഫ് ഷെയർസിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടിയുണ്ട്, അതാണ് ഈ ISIN എന്ന് പറയുക, ഇന്റർനാഷണൽ സെക്യൂരിറ്റീസ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. സോ ഇത് നമ്പർ ഓഫ് ഷെയർസും ISIN വെച്ചിട്ടാണ് എത്രമാത്രം ഡീമെറ്റീരിയലൈസ്ഡ് ഷെയർസ് ഓരോ ഓണർക്കും ഉണ്ട് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഡിപ്പോസിറ്ററിയുടെ അക്കൗണ്ട്, ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് പോകുന്നതിന് മുൻപ് എക്സ്ക്യൂസ് മീ, അത് ഡിപ്പോസിറ്ററിയുടെ അക്കൗണ്ടിലൂടെയാണ് ഈ പറയുന്ന ഓരോ സെക്യൂരിറ്റീസും വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും, അതായത് റിസീവ് ചെയ്യുകയോ അലോട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് പോകുന്നത് ഡിപ്പോസിറ്ററിയുടെ അക്കൗണ്ടിലൂടെയാണ്. ഡിപ്പോസിറ്ററി എന്ന് പറയുന്നത് ഒരു മേജർ ആസ്പെക്റ്റ് ആണ്, ഒരു മേജർ കമ്പോണൻ്റ് ആണ് ഷെയർ ട്രാൻസ്ഫറിലെ അല്ലെങ്കിൽ എന്താ പറയുക ഷെയർ ഓണർഷിപ്പിലെ. ഓക്കെ. പിന്നെയുള്ള ഒരു ടേമാണ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓണർ, കസ്റ്റമർ, ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ആൻഡ് RTA എന്ന് കണ്ടു. സോ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ആരാന്ന് ചോദിച്ചാൽ കസ്റ്റമേഴ്സിനും ഡിപ്പോസിറ്ററിക്കും ഇടയിൽ ഇന്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുന്നവരാണ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. ദേ ആർ ഏജൻറ്റ്സ് ഹു ആക്ട് ഇൻ ബിറ്റ്വീൻ ഡിപ്പോസിറ്ററി ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അവർ അപ്പോയിന്റ് ചെയ്യുന്നത് ഡിപ്പോസിറ്ററി ആണ്, പക്ഷേ വിത്ത് ദ അപ്രൂവൽ ഓഫ് SBI ദീസ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്സ് ആർ അപ്പോയിന്റഡ്. ഓരോ ഇൻവെസ്റ്ററിനും നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ ഇൻവെസ്റ്ററിനും ഒരു ഡിപ്പോസിറ്ററി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിലൂടെയാണ്. നമ്മൾ നേരെ NSDLലോ CDSLലോ പോയിട്ടല്ല നമ്മൾ ഡിപ്പോസിറ്ററി അക്കൗണ്ട് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ദാറ്റ് ഹാപ്പൻസ് ത്രൂ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. അപ്പോൾ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു, ബാങ്ക്സോ ബ്രോക്കേഴ്സോ ദെൻ NBFCs അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോറിൻ ബാങ്ക്സ്, അവർക്കൊക്കെ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് നമ്മൾ പറഞ്ഞ പോലെ ബാങ്ക്സ്, NBFCs, ബ്രോക്കേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവർ ഏജൻസിനും ഡിപ്പോസിറ്ററിക്കും ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുന്നു. അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഡിപ്പോസിറ്ററി ആണ്. So every investor, every customer has to open an account through the depository participant. ഒരു ഡിപ്പോസിറ്ററി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിന് അവർ എന്ത് ചെയ്യും? ഡിപ്പോസിറ്ററീസ് ചാർജ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിപ്പോസിറ്ററീസിനും കസ്റ്റമേഴ്സിനും ഇടയിലുള്ള ഒരു ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ് അല്ലേ. അപ്പോൾ ഡിപ്പോസിറ്ററീസ് ചാർജ് ചെയ്യുന്നത് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിനെയും അവർ ചാർജ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെയുമാണ്. അതായത് ഈ പറയുന്ന സർവീസ് ഒക്കെ കിട്ടാനായിട്ട് കസ്റ്റമേഴ്സ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിന് ഒരു ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഡിപ്പോസിറ്ററിക്കും ഒരു ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക, മനസ്സിലാക്കി വെക്കുക.
ദെൻ റീമെറ്റീരിയലൈസേഷൻ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. റീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഫോമിലുള്ള ഒരു സെക്യൂരിറ്റീനെ ഫിസിക്കൽ ഫോമിലേക്കാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുക. സോ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇതിന് വലിയ എന്താ പറയുക ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം ഡിമാറ്റ് അക്കൗണ്ടിലാണ് ഓൺലൈൻ ഇലക്ട്രോണിക് ഫോമിലാണ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ അല്ലെങ്കിൽ ട്രേഡിംഗ് നടക്കുന്നത് ഡിമാറ്റ് ഫോമിൽ തന്നെയാണെങ്കിലും സെക്യൂരിറ്റീസ് വേണമെങ്കിൽ ഫിസിക്കൽ ഫോമിലാക്കി വെക്കാവുന്നതാണ്. അതിനെയാണ് നമ്മൾ പ്രോസസ് ഓഫ് ആ ഒരു കൺവേർഷനെയാണ് നമ്മൾ എന്താ പറയുക റീമെറ്റീരിയലൈസേഷൻ, വീണ്ടും മെറ്റീരിയലൈസ് ചെയ്യുന്നു, ഇലക്ട്രോണിക് ഫോമിൽ നിന്ന് ഫിസിക്കൽ ഫോമിലേക്കാക്കി മാറ്റുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയാം. ഇനി റോൾ ആൻഡ് ഫങ്ഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പോയിന്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ആദ്യത്തത് ഡീമെറ്റീരിയലൈസേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു, ഫിസിക്കൽ ഫോമിലുള്ള സെക്യൂരിറ്റീസിനെ എന്താ പറയുക ഇലക്ട്രോണിക് ഫോമിലേക്കാക്കി മാറ്റുന്ന ഒരു ഫംഗ്ഷൻ ഡിപ്പോസിറ്ററി പ്ലേ ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുക. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ പ്രൈമറി റോൾസ് ഓഫ് ഡിപ്പോസിറ്ററി. ആൻഡ് രണ്ടാമത്തതാണ് അക്കൗണ്ട് ട്രാൻസ്ഫർ. അക്കൗണ്ട് ട്രാൻസ്ഫർ നമ്മൾ കണ്ടു അല്ലേ, ബാങ്ക് ചെയ്യുന്നത് ഫണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ ഡിപ്പോസിറ്ററി ചെയ്യുന്നത് സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ആണെന്ന് നമ്മൾ കണ്ടു. സോ ആ ഒരു ട്രാൻസ്ഫറും അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡിങ്ങും എല്ലാം നടത്തുക എന്നുള്ളത് മറ്റൊരു ഫംഗ്ഷനാണ്. മൂന്നാമത്തതാണ് ട്രാൻസ്ഫർ ആൻഡ് രജിസ്ട്രേഷൻ. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റീസ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ പറയുന്ന അതിൻ്റെ ആ ഒരു ട്രാൻസ്ഫർ പ്രോസസ്സ് എന്ന് പറയുന്നത് അതിനകത്തൊരു രജിസ്ട്രേഷൻ ഓഫ് ഓണർഷിപ്പ് നടക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, ഇത് ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കൂടിയൊക്കെ, അതായത് ഈ പറയുന്ന ഇലക്ട്രോണിക് ഫോമിലാണെങ്കിൽ പോലും കുറേയേറെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് വർക്കുകളിലൂടെ പോകാനുണ്ട്. ഇതൊക്കെ നടത്തുന്നത് കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ ബ്രോക്കേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ഈ പറയുന്ന ആക്ടിവിറ്റി എല്ലാം ആര് നടത്തുക, ഡിപ്പോസിറ്ററി നടത്തുക. സോ ആ ഒരു ലീഗൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതിനെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ട്രാൻസ്ഫർ ആൻഡ് രജിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഷെയർ ട്രാൻസ്ഫർ നടത്തുമ്പോൾ, ആ ഒരു ഓണർഷിപ്പ് ട്രാൻസ്ഫർ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറേയേറെ ഡോക്യുമെന്റേഷൻ നടത്താനുണ്ട്. എൻഡോഴ്സ്മെന്റും ട്രാൻസ്ഫർ ഓർഡറിന്റെ എക്സിക്യൂഷനും സ്റ്റാമ്പ് ഡ്യൂട്ടി പേയ്മെന്റും ഒക്കെ ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ നടത്താനുണ്ട്. അതൊക്കെ അവർ ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ കോർപ്പറേറ്റ് ആക്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന കോർപ്പറേറ്റ് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ആർക്ക്, ഇൻവെസ്റ്റേഴ്സിന് ഡിപ്പോസിറ്ററീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റ് ബെനിഫിറ്റ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും ഡിപ്പോസിറ്ററീസിന് റോളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിവിഡൻഡ് ഇഷ്യൂ, ദെൻ ബോണസ് ഷെയർ ഇഷ്യൂ, റൈറ്റ് ഷെയർ ഇഷ്യൂ എന്നൊക്കെ പറയുന്നതെല്ലാം ബെനിഫിറ്റ്സ് ആണ് അല്ലേ, ഇൻവെസ്റ്റേഴ്സിനുള്ള ബെനിഫിറ്റ്സ് ആണ്. അതിനെക്കുറിച്ചുള്ള ഇൻറ്റിമേഷനും അതിൻ്റെ ഡിസ്ബേഴ്സ്മെൻറ്റും ഒക്കെ നടത്തുന്നത് ഡിപ്പോസിറ്ററിയുടെ ഇൻവോൾവ്മെൻറ്റോട് കൂടിയാണ്. നെക്സ്റ്റ് ഇസ് പ്ലെഡ്ജ് ആൻഡ് ഹൈപ്പോത്തിക്കേഷൻ. അതിൻ്റെ അർത്ഥം പ്ലെഡ്ജും ഹൈപ്പോത്തിക്കേഷനും ഒക്കെ നമുക്കറിയാം. നമ്മളൊരു ബാങ്കിലൊക്കെ നമ്മളൊരു എന്താ പറയുക ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പ്ലെഡ്ജ് ചെയ്തിട്ടൊക്കെ നമ്മൾ ലോൺ എടുക്കാറൊക്കെ ഉണ്ട് അല്ലേ. സോ അതുപോലെ തന്നെ ഈ പറയുന്ന ഷെയർസും സെക്യൂരിറ്റീസും ഒക്കെ പ്ലെഡ്ജ് ചെയ്യാനായിട്ട്, കൊളാട്രലായിട്ട് യൂസ് ചെയ്യാനായിട്ട്, സെക്യൂരിറ്റി നമ്മളുടെ ഷെയർ എന്നുള്ള മീനിങ്ങിലല്ല, അല്ലാതെ നമ്മൾ ബാങ്കിൽ കൊളാട്രലായിട്ട് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ. സോ ആ രീതിയിൽ കൊളാട്രലായിട്ട് യൂസ് ചെയ്യാനായിട്ടും ഡിപ്പോസിറ്ററീസ് ആണ് സെക്യൂരിറ്റീസിൻ്റെ കൊളാട്രലായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫംഗ്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. ഓക്കെ, കാരണം അതും ഈ പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടും ഡോക്യുമെന്റേഷനും റെക്കോർഡിങ്ങും ഒക്കെ ഉണ്ട്. അതെല്ലാം ഡിപ്പോസിറ്ററിയിലൂടെയാണ് സംഭവിക്കുക. ആൻഡ് ഫൈനലി ലിങ്കേജസ് വിത്ത് ക്ലിയറിംഗ് സിസ്റ്റം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സെറ്റിൽമെൻറ്റും ക്ലിയറിംഗ് ഹൗസും ക്ലിയറിംഗ് കോർപ്പറേഷനെ കുറിച്ചൊക്കെ ആയിരുന്നു. സോ ഈ പറയുന്ന സെറ്റിൽമെൻറ്റ് പ്രോസസ്സ് നടക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു ക്ലിയറിംഗ് ഹൗസസ് ഉണ്ട്, ക്ലിയറിംഗ് കോർപ്പറേഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞു. അവരാണ് എന്ത് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞേ, അവരാണ് ഈ പറയുന്ന buyers get the securities and sellers get the funds transferred അല്ലെ, അത് ഉറപ്പുവരുത്തുന്ന അവരാണെന്ന് പറഞ്ഞു. സോ ഈ ക്ലിയറിംഗ് സിസ്റ്റവുമായിട്ട് എന്താ പറയുക വളരെ ക്ലോസ്ലി അലൈൻഡ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് ആര്, ഡിപ്പോസിറ്ററീസും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡെലിവറി ഓഫ് സെക്യൂരിറ്റീസ് ടു ദ ബയേഴ്സ് സംഭവിക്കുന്നത് ക്ലിയറിംഗ് സിസ്റ്റത്തിൽ നിന്നും ആരിലൂടെയാണ്, ഈ പറയുന്ന ഡിപ്പോസിറ്ററീസിലൂടെയാണ് അത് സംഭവിക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് ബയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഫണ്ട്സ് ആർക്ക് കൊടുക്കേണ്ടി വരും, ഈ പറയുന്ന സെല്ലേഴ്സിന് കൊടുക്കേണ്ടി വരും. സോ അതും സംഭവിക്കുന്നതും ഡിപ്പോസിറ്ററി എന്ന് പറയുന്ന ഒരു ചാനലിലൂടെയാണ്. ദാറ്റ് മീൻസ് ഡെലിവറി ഓഫ് സെക്യൂരിറ്റീസ് എന്താ പറയുക ഫ്രം ദ ക്ലിയറിംഗ് സിസ്റ്റം ടു ദ ബൈയിങ് ബ്രോക്കേഴ്സ്. അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫണ്ട്സ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ. ആരാണോ സെക്യൂരിറ്റി വാങ്ങുക, ബയേഴ്സാണ് സെക്യൂരിറ്റി വാങ്ങുക അല്ലേ. സോ ബയേഴ്സിന് സെക്യൂരിറ്റി കിട്ടിയെന്നും
സെല്ലേഴ്സിന് ഫണ്ട്സ് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ക്ലിയറിംഗ് ഹൗസസ് ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ബയേഴ്സിന് ഈ ഡിമാറ്റ് ഫോമിലുള്ള സെക്യൂരിറ്റീസ് കീപ്പ് ചെയ്യുന്നത് ആരാ? ഡിപ്പോസിറ്ററീസ് ആണ്. സോ ബയേഴ്സിന് സെക്യൂരിറ്റി കിട്ടണമെങ്കിൽ അത് എന്തിലൂടെ മാത്രമേ സംഭവിക്കാൻ പറ്റുള്ളൂ? ഡിപ്പോസിറ്ററിയിലൂടെ മാത്രമേ സംഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഡിപ്പോസിറ്ററീസും ക്ലിയറിംഗ് ഹൗസും ഇലക്ട്രോണിക്കലി ലിങ്ക്ഡ് ആണ്, കണക്റ്റഡ് ആണ് എന്ന് പറയാനായിട്ടുള്ള കാരണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്. കുറച്ച് ആസ്പെക്ട്സ് മനസ്സിലാക്കാനുണ്ട്. ഡിപ്പോസിറ്ററീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു മീനിങ് മനസ്സിലാക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് ഡിപ്പോസിറ്ററീസ്. ഇന്ത്യയിൽ ഉള്ള ഡിപ്പോസിറ്ററീസ് എന്ന് പറയുന്നത് NSDL ആൻഡ് CDSL ആണ്. അവരുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡീമെറ്റീരിയലൈസേഷൻ ആണ് നമ്മൾ പഠിച്ചു. പിന്നെ റോൾ ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. ഇന്നത്തെ ഈ ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്തിട്ടേ ഉള്ളൂ നിങ്ങൾ. ഇനി സ്റ്റഡി ലീവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും വളരെ യൂസ്ഫുൾ ആയിട്ട് സ്റ്റഡി ലീവ് ഒക്കെ ഉപയോഗിക്കുക. മേക്ക് യൂസ് ഓഫ് ദ സ്റ്റഡി ലീവ് യു ഹാവ് ഗോട്ട്. ലൈക്ക് നമ്മുടെ മോഡൽ എക്സാമിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുക. പിന്നെ ഇതിൻ്റെ അസൈൻമെൻ്റ് ഒക്കെ ഇന്ന് തന്നെ എഴുതി തീർക്കുക. ഇനി പിന്നത്തേക്ക് അതൊന്നും വെച്ചേക്കരുത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ഓഫ് യു. ഗോഡ് ബ്ലെസ്.